കേരളത്തിലെ കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത പ്രതിസന്ധിയാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നേരിട്ട് കാണുന്നത് പോലുമില്ല, ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തുന്നില്ല. KPCC പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കില്ല, രണ്ടുപേരും മാറി നിൽക്കുന്നു. KPCC ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്താറേയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും യോഗം നടന്നു. ആ യോഗത്തിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുത്തില്ല. രാവിലെ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായ 100ാം വാർഷികാഘോഷ ചടങ്ങുണ്ടായിരുന്നു KPCCയിൽ. ഇന്ത്യയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ആ വേദിയിലൊന്നും കാണാനുണ്ടായിരുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവുകയും KPCC ഓഫീസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയിൽ, KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ക്ഷണിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. എന്നാൽ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാൻ ഇതുവരെയും KPCC നേതൃത്വം തയ്യാറായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും യോഗം നടന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് യോഗം നടക്കുന്നത്. പ്രധാനപ്പെട്ട അജണ്ടകൾ ഉണ്ടായിരുന്നു യോഗത്തിൽ. കോൺഗ്രസിന്റെ പുനഃസംഘടന, DCC ഭാരവാഹികളെ നിശ്ചയിക്കൽ, അതോടൊപ്പം തന്നെ KPCCയിൽ ഒഴിവുള്ള ഭാരവാഹികളെ നിശ്ചയിക്കൽ, അങ്ങനെ വിവിധ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടകളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല യോഗത്തിൽ. അതോടൊപ്പം കോൺഗ്രസിന്റെ ഭാവി പ്രവർത്തനങ്ങൾ, പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വാർഡ് തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, അതിന് കർമ്മ പരിപാടികൾ അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് യോഗത്തിന് മുന്നിലുണ്ടായത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് 2 മണിയോടുകൂടി KPCC ഓഫീസിലെത്തിയിരുന്നു. പക്ഷേ കെ സുധാകരനെ കണ്ടില്ല. അപ്പോൾ തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. യോഗത്തിൽ പങ്കെടുക്കാതെയാണ് മടങ്ങിയത്. നിർണായകമായ യോഗത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷ നേതാവ് KPCC ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മറ്റു പരിപാടികളുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചത് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് KPCC യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്ന്. പൊതുപരിപാടികളാണോ പ്രതിപക്ഷ നേതാവിന് മുഖ്യം, അതല്ല കോൺഗ്രസിന്റെ നിർണായകമായ യോഗമാണോ? കോൺഗ്രസിന്റെ നിർണായകമായ യോഗമായിരിക്കണം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു, അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കർമ്മ പരിപാടികൾ രൂപീകരിക്കണം. അങ്ങനെ കോൺഗ്രസിനെ അട്ടിമുടി ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എല്ലാ നേതാക്കളും ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. AK ആന്റണി രാവിലെ KPCC ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ തന്നെ പറഞ്ഞത്, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചല്ല ചർച്ച നടത്തേണ്ടത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുമല്ല ചർച്ച നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അതായിരിക്കണം മുഖ്യ അജണ്ട. ആ മുഖ്യ അജണ്ട ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം വിളിച്ചത്. ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മാറി നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്നാണ്. ഈ ആവശ്യം പല ഘട്ടങ്ങളിൽ പല വേദികളിൽ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് KPCC പ്രസിഡന്റായ കെ സുധാകരനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ല കെ സുധാകരനെ എന്ന നിലപാട് എടുക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് തയ്യാറല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എ ഗ്രൂപ്പ് കെ സുധാകരനെ പിന്തുണക്കുന്നു, കെ മുരളീധരൻ കെ സുധാകരനെ പിന്തുണക്കുന്നു, രമേശ് ചെന്നിത്തലയും കെ സുധാകരനെ പിന്തുണക്കുന്നു. AK ആന്റണിയും കെ സുധാകരനൊപ്പമാണ് എന്നാണ് പറയുന്നത്. കാരണം കെ സുധാകരൻ കഴിഞ്ഞ ദിവസം AK ആന്റണിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു, രമേശ് ചെന്നിത്തലയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം KPCC യോഗം ചേരാനും ഒക്കെ തീരുമാനിച്ചത്. എന്നാൽ ആ യോഗത്തോട് സഹകരിക്കേണ്ടതില്ല എന്നാണ് വി.ഡി. സതീശൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കെ സുധാകരനെ മാറ്റാതെ KPCCയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉള്ളത്. സ്വാഭാവികമായും രണ്ടുപേരും രണ്ട് തട്ടിൽ രണ്ട് ഭാഗത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമം ആരും നടത്തുന്നില്ല. ഹൈക്കമാൻഡ് ഇടപെടുന്നില്ല. ഹൈക്കമാൻഡ് കേരളത്തിലെ ഈ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാതിരിക്കുന്നു. കെ സുധാകരനെ മാറ്റാതെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പിടിവാശിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ ഉഴലുക
പോവുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. മുതിർന്ന നേതാക്കൾക്ക് പോലും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഒന്നിച്ചിരുന്ന് ഒരു പരിപാടി ചർച്ച ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന ആശങ്ക കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രശ്നം ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കട്ടെ എന്നാണ് വി ഡി സതീശൻ വിഭാഗം പറയുന്നത്. വി ഡി സതീശൻ കെ സുധാകരനെ മാറ്റാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മാറില്ല എന്ന നിലപാടിൽ കെ സുധാകരനും മാറ്റേണ്ടതില്ല എന്ന നിലപാടിൽ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും എ ഗ്രൂപ്പും എ കെ ആന്റണിയും നിലപാടെടുക്കുന്നു. ഹൈക്കമാൻഡ് കെ സുധാകരനോടൊപ്പം നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി.